Hi all, welcome to today's session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്ഫ്ലെക്നോ ലൈൻസ് 100 to 151 ആണ്. സോ ഇറ്റ് ഇസ് ദ ഡേ ഓഫ് ഷാഡ്വെൽസ് കൊറോണേഷൻ. ഷാഡ്വെലിൻ്റെ കിരീടധാരണ ദിവസമാണ്. And it is an auspicious day indeed. And one can see the works of mediocre poets and even the works of Shadwell lining the floors of the walkway. Exactly നമ്മൾ ഇവിടെയാണ് ലാസ്റ്റ് സെഷനിൽ കൺക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ ഷാഡ്വെലിൻ്റെ നടന്നു വരാനുള്ള പാത അത് അലങ്കരിച്ചിരിക്കുന്നത് പേർഷ്യൻ കാർപ്പറ്റ്സ് കൊണ്ടല്ല എന്നാണ് ഡ്രൈഡൻ ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈൻഡ് വിത്ത് എ ലക്ഷൂറിയസ് പേർഷ്യൻ കാർപ്പറ്റ്സ് ബട്ട് ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് torn pages from mangled poets, scattered limbs of mangled poets like Heywood, Shelley, Ogilvy and mostly Shadwell's own works. കൂടുതലും അത് അലങ്കരിച്ചിരിക്കുന്നത് അധികം ആരും അറിയാതെ പോയ പോയറ്റ്സ് ആയ ഷെയ്വുഡ്, ഷയലി, ഓഗിൾബൈ, ഈവൻ ഷാഡ്വെലിൻ്റെയും അബ്സേർഡ് ആയിട്ടുള്ള വർക്ക്സിൻ്റെ പേപ്പേഴ്സ്, ടോൺ പേപ്പേഴ്സ് കൊണ്ടാണ് ആ പാത അലങ്കരിച്ചിരിക്കുന്നത്. പരവതാനിക്ക് പകരം അതാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി യോമൻ സർവീസിനെ പറ്റിയാണ് കമൻറ്റ് ചെയ്യുന്നത്. ബിൽറ്റ് സ്റ്റേഷനേഴ്സ് ആർ ദ റോയൽ അറ്റൻഡേഴ്സ്. യോമൻസ് എന്ന് പറഞ്ഞാൽ റോയൽ അറ്റൻഡേഴ്സിനെയാണ് പറയുന്നത്. രാജാക്കന്മാരുടെ ഓർഡേഴ്സ് അനുസരിക്കാൻ വേണ്ടി അണിനിരന്ന് നിൽക്കുന്ന അറ്റൻഡൻസിനെയാണ് ഇവിടെ റോയൽ അറ്റൻഡൻസ് അല്ലെങ്കിൽ യോമൻ എന്ന് പറയുന്നത്. അപ്പോൾ യോമൻ സർവീസിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ബിൽറ്റ് സ്റ്റേഷനേഴ്സ് ആണ്. ബിൽറ്റ് സ്റ്റേഷനേഴ്സ് ഫോർ യോമൻ സ്റ്റുഡ് പ്രിപ്പയർഡ്. ബിൽറ്റ് സ്റ്റേഷനേഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദോസ് പബ്ലിഷേഴ്സ് ഹു കുഡൻറ്റ് പബ്ലിഷ് ഷാഡ്വെൽസ് വർക്ക്സ് ഓവിങ് ടു ഇറ്റ്സ് ഡൾനെസ്. ഷാഡ്വെലിൻ്റെ കൃതികൾ പബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാമെന്ന് കരുതി അത് കരാർ ഒപ്പിട്ടു, എന്നാൽ അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം അതിൻ്റെ റീസൺ ഷാഡ്വെലിൻ്റെ പ്ലേസിൻ്റെ ഡൾനെസ് ആണ്, വർക്ക്സിൻ്റെ ഡൾനെസ് ആണ്. അങ്ങനെ ലൈഫിൽ അൺസക്സസ്ഫുൾ ആയി പോയിട്ടുള്ള പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ ബുക്ക് സെല്ലേഴ്സ് അവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവരാണ് യോമൻ സർവീസിൽ മുന്നിൽ നിൽക്കുന്നത്. അതിൽ ആ യോമൻ സർവീസിനെ നയിക്കുന്ന വ്യക്തി മറ്റാരുമല്ല, ഹെൻറി ഹെറിംഗ്മൻ ആണ്. And Herringman was the captain of the guard. Henry Herringman was a publisher who published Shadwell's works. ഷാഡ്വെലിൻ്റെ ഒട്ടുമിക്ക കൃതികളും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹെൻറി ഹെറിംഗ്മൻ ആണ്. ഈവൻ ഡ്രൈഡൻ്റെയും കുറച്ച് വർക്ക്സ് ഹെൻറി ഹെറിംഗ്മൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൻറി ഹെറിംഗ്മൻ ആണ് ഈ യോമൻ സർവീസിൻ്റെ ഗാർഡ്, അല്ലെങ്കിൽ ഈ ഗാർഡ്സിൻ്റെ തലവനായിട്ട്, ക്യാപ്റ്റനായിട്ട് അവിടെ അണിനിരന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ടൈം ഓഫ് കൊറോണേഷൻ. ദ ഹോറി പ്രിൻസ് in majesty appeared high on a throne of his own labors reared. At his right hand our young Ascanius sat, Rome's other hope and pillar of the state. Finally the hoary prince, hoary എന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള, വയസ്സനായ ഏജ്ഡ് ആയിട്ടുള്ള പ്രിൻസ് ഇവിടെ അപ്പിയർ ചെയ്യുകയാണ്. ഏജ്ഡ് ആയിട്ടുള്ള പ്രിൻസ് ഇവിടെ നമ്മുടെ ഫ്ലെക്നോ ആണ്. ആൻഡ് ഹി അപ്പിയേഴ്സ് ഇൻ ഓൾ ഹിസ് മെജസ്റ്റി. എല്ലാവിധ രാജകീയ പ്രൗഢിയോടുകൂടെ അദ്ദേഹം അവിടെ അപ്പിയർ ചെയ്യുകയാണ്. ആൻഡ് he is sitting on the top of a throne that is made up of his own works. അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളാൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സിംഹാസനത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട്, വലതുവശത്തായിട്ടാണ് നമ്മളുടെ ഷാഡ്വെൽ അവിടെ ഇരിക്കുന്നത്, മകനായ ഷാഡ്വെൽ ഇരിക്കുന്നത്. ആ വലതുവശം തന്നെ സിലക്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈഡൻ ഇവിടെ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഹി ഈസ് ട്രൈങ് ടു കമ്പയർ ഷാഡ്വെൽ ടു എസ്കേനിയസ്. അതൊരു അല്യൂഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദി അല്യൂഷൻ ടു എസ്കേനിയസ് ഇറ്റ് റീഇൻഫോഴ്സസ് എ മോക്ക് ഹീറോയിക് ടോൺ. എസ്കേനിയസ് ഏനിയസിന്റെ പുത്രനാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും വരുന്നത് വേർജിലിന്റെ ഏനിയഡിലാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും അപ്പിയർ ചെയ്യുന്നത്. ലെജൻഡറി ആയിട്ടുള്ള ഒരു ഹീറോയിക് ഫിഗർ ആയിരുന്നു എസ്കേനിയസ്. എസ്കേനിയസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എസ്കേനിയസും തൻ്റെ അച്ഛനായ ഏനിയസിന്റെ വലതുവശത്താണ് സിംഹാസനത്തിൽ ഇരുന്നിട്ടുള്ളത്. അങ്ങനെ സിംഹാസനത്തിന്റെ വലതുവശത്ത് ഇരുന്നത് കൊണ്ട് അദ്ദേഹം ആ രാജ്യം ഇൻഹെറിറ്റ് ചെയ്തു. ഇവിടെ ഡ്രൈഡനും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര തന്നെയാണ്. എസ്കേനിയസ് ചെയ്തതുപോലെ, ലെജൻഡറി ആയിട്ടുള്ള ഗ്രേറ്റ് ഹീറോയിക് ഫിഗറായ എസ്കേനിയസ് ചെയ്തതുപോലെ തന്നെയാണ് ഷാഡ്വെലും ഇവിടെ ചെയ്യുന്നത്. തൻ്റെ അച്ഛനായ ഫ്ലെക്നോയുടെ റൈറ്റ് സൈഡിൽ, സിംഹാസനത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് ഡൾനെസ് എന്നുള്ള ഇമാജിനറി കിങ്ഡം ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഷാഡ്വെൽ. ആക്ച്വലി ഡ്രൈഡൻ ഹി ഈസ് ട്രൈങ് ടു മേക്ക് ഫൺ ഓഫ് ബോത്ത് ഫ്ലെക്നോ ആൻഡ് ഷാഡ്വെൽ. ഇങ്ങനെ ഷാഡ്വെലിനെ ലെജൻഡറി ആയിട്ടുള്ള ഹീറോയിക് ഫിഗർ എസ്കേനിയസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വഴി ഡ്രൈഡൻ മോക്ക് ഹീറോയിക് അല്ലെങ്കിൽ മോക്ക് എപ്പിക് ടോൺ ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് വൺസ് അഗെയിൻ ഡ്രൈഡൻ ഇസ് റിമൈൻഡിങ് us that it is a mock heroic. His brows thick fogs instead of glorious grace and lambent dullness played round his face. ഇനി ഇവിടെ ഡ്രൈഡൻ കമ്പയർ ചെയ്യുന്നത് ഷാഡ്വെലിൻ്റെ
ബ്രോസിനെ, പുരികക്കൊടികളെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? തിക്ക് ഫോഗ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഫോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊട്ടും തന്നെ ക്ലിയർ ആയിരിക്കില്ല, അവ്യക്തമായിട്ടുള്ള ഒന്നാണ് ഫോഗ് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഡൾനെസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം തൻ്റെ അച്ഛനായ ഫ്ലെക്നോയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ആ ഡൾനെസ് അല്ലെങ്കിൽ ഇഗ്നറൻസ്, അതാണ് അദ്ദേഹത്തിന്റെ ബ്രോസ് സിംബലൈസ് ചെയ്യുന്നത്. ഹിസ് ബ്രോസ് തിക്ക് ഫോഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലോറിയസ് ഗ്രേസ് ആൻഡ് ലാംപൻ ഡൾനെസ് പ്ലേഡ് അറൌണ്ട് ഹിസ് ഫേസ്. And here the poet ironically comments on Shadwell's dullness as lambent. ആ ഡൾനെസ്സിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ലാംബന്റ് എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ലാംബന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോയിങ്, ഗ്ലീമിങ് എന്നുള്ളതാണ്, പ്രകാശം പരത്തുന്നത് എന്നാണ് ലാംബന്റിന്റെ മീനിങ്. അപ്പോൾ ആ ഡൾനെസ്സിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലാംബന്റ് ഡൾനെസ് എന്നാണ്. പ്രകാശം പരത്തുന്നത് എപ്പോഴും നമുക്കറിയാം അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ വിറ്റായിരിക്കും. ഇവിടെ വിറ്റിന്റെ പ്രസൻസിനാൽ പ്രകാശം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന ഒരു മുഖം എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടെ ഐറണിക്കലായിട്ടാണ് ഡ്രൈഡൻ ഇവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വിറ്റല്ല, അത് പക്ഷേ ഡൾനെസ് ആണ്. സാധാരണ വിറ്റിൻ്റെ പ്രസൻസിലാണ് ഒരാൾക്ക് പ്രകാശം ഉണ്ടാകുമെങ്കിൽ റേഡിയൻസ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ആ റേഡിയൻസ് അല്ലെങ്കിൽ ലാംബന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡൾനെസ് മൂലം ഉണ്ടായിട്ടുള്ള റേഡിയൻസ് ആണ്. ആൻഡ് ദർ ഇസ് വൺ മോർ എല്യൂഷൻ ഇൻ ദ സെയിം ലൈൻ. His brows thick fogs instead of glorious grace and lampen dullness played around his face, as Hannibal did to the altars come, sworn by his sire a mortal foe to Rome. So Shadwell swore, nor should his woe be vain, that he till death true dullness would maintain. Hannibal. ഇനി ഇവിടെ ഡ്രൈഡൻ ഷാഡ്വെലിനെ കമ്പയർ ചെയ്യുന്നത് ദ ഗ്രേറ്റ് ഹാനിബലുമായിട്ടാണ്. ഹാനിബൽ വി നോ ഹി വാസ് എ ജനറൽ ഫ്രം കാർത്തിജ് who on the orders of his father waged constant war with Rome. റോമിൻ്റെ നിത്യശത്രുവായിരുന്നു ഹാനിബൽ. അപ്പോൾ ഹാനിബൽ ഒരു തീരുമാനമെടുത്തു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഉപദേശപ്രകാരം ഒരു പ്രോമിസ് എടുത്തു, ഒരു വോ എടുത്തു. റോമുമായി എന്നും യുദ്ധത്തിലായിരിക്കും, നിരന്തരമായി റോമുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഹാനിബലിൻ്റെ ലൈഫിലെ എയിം തന്നെ. അങ്ങനെയുള്ള ഹാനിബലുമായിട്ടാണ് ഇവിടെ ഡ്രൈഡൻ ഷാഡ്വെലിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹാനിബൽ റോമുമായി നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു കൊള്ളാം എന്ന് പ്രതിജ്ഞ എടുത്തതുപോലെ ഇവിടെ ഷാഡ്വെല്ലും പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വിറ്റുമായി നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു കൊള്ളാം. സോ ഷാഡ്വെൽ swore nor should his woe be vain, that he till death true dullness would maintain, that he shall maintain true dullness till death. മരണം വരെ ഒരു കാരണവശാലും വിറ്റുമായി യാതൊരുവിധ പീസ്ഫുൾ ടേംസിലും ട്രീറ്റിയിലും ഞാൻ ഒപ്പുവെക്കില്ല, ഞാൻ എത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ ആ കസ്റ്റമറി ആയിട്ടുള്ള ട്രൂ ഡൾനെസ് ഞാൻ മരണം വരെ കാത്തു സൂക്ഷിച്ചു കൊള്ളാം, മെയിൻറ്റെയിൻ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു വോ ആണ് ആ കൊറോണേഷൻ്റെ ടൈമിൽ ഷാഡ്വെൽ എടുക്കുന്നത്. ആക്ച്വലി ഇത് കൊറോണേഷൻ്റെ ടൈമിൽ ഷാഡ്വെൽ എടുക്കുന്ന ഓത്താണ്, സത്യപ്രതിജ്ഞയാണ്. ഡൾനെസ്സിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകില്ല. ഐ ഷൽ മെയിൻറ്റെയിൻ മൈ ട്രൂ ഡൾനെസ് അൺടിൽ ഡെത്ത്. ഇതാണ് അച്ഛനായ ഫ്ലെക്നോയ്ക്ക് കൊടുക്കുന്ന വാക്ക്. ഇവിടെയും ഡ്രൈഡൻ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു മോക്ക് ഹീറോയിക് ആണെന്ന്. കാരണം ഗ്രേറ്റ് ഹാനിബലുമായിട്ടാണ് ഇവിടെ ഷാഡ്വെലിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഷാഡ്വെൽ സ്വെയർസ് ദാറ്റ് ഹി ഷാൽ വേജ് ഇമോർട്ടൽ വാർ വിത്ത് വിറ്റ് അൺടിൽ ഹിസ് ഡെത്ത്. ഇനി കൊറോണേഷൻ സെറിമണീസ് തുടങ്ങുകയാണ്. So it is the time for coronation, and the king himself the sacred unction made, as king by office and as priest by trade. In his sinister hand instead of ball he placed a mighty mug of potent ale, and love's kingdom to his right, and did convey at once his scepter and his rule of sway. ഇപ്പോൾ കൊറോണേഷൻ്റെ സെറിമണീസ് തുടങ്ങുകയാണ്. അത് തുടങ്ങി വെക്കുന്നത് അച്ഛനായ ഫ്ലെക്നോ ആണ്. അപ്പോൾ ഒരു റിച്വൽ എന്ന രീതിയിൽ, ഒരു ആചാരം എന്നുള്ള രീതിയിൽ അച്ഛനായ ഫ്ലെക്നോ മകനായ ഷാഡ്വെല്ലിൻ്റെ സിനിസ്റ്റർ ഹാൻഡിൽ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡാണ്. ലെഫ്റ്റ് ഹാൻഡിൽ ഒരു മൈറ്റി മഗ് ഓഫ് പോട്ടന്റ് എയിൽ വച്ചു കൊടുക്കുകയാണ്. എയിൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബിയർ ആണ്, ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. അപ്പോൾ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് ഈ സെറിമണിയുടെ ഭാഗമായിട്ട് മകന് കൈമാറുന്നത്. കാരണം ഡൾനെസ്സിൻ്റെ, ഇഗ്നോറൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഈ ഒരു മഗ് ഓഫ് പോട്ടന്റ് എയിലാണ് മകൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നത്. റൈറ്റ് ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നത് ലവ്സ് കിങ്ഡം ആണ്. ലവ്സ് കിങ്ഡം എന്ന് പറഞ്ഞാൽ ഷാഡ്വെൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു അബ്സർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ലവ്സ് കിങ്ഡം. അതാണ് റൈറ്റ് ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നത്. ഈ സെറിമണി നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുന്നത് ഇംഗ്ലണ്ടിൽ കൊറോണേഷൻ സെറിമണിയുടെ ടൈമിൽ നിയുക്ത രാജാവിൻ്റെ കൈകളിൽ കിരീടവും ചെങ്കോലും വെച്ച് കൊടുക്കുന്ന ഒരു കസ്റ്റമുണ്ട്. സ്കെപ്റ്റർ ആൻഡ് ദി ഓപ്പ് അത് വെച്ച് കൊടുക്കാറുണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് പവറാണ്, ഡൊമിനിയനാണ്. അതിനോട് തുല്യമായിട്ടാണ് ഇവിടെ അച്ഛനായ ഫ്ലെക്നോ മകനായ ഷാഡ്വെലിൻ്റെ കൈകളിൽ
സ്കെപ്റ്ററിന് പകരം വെച്ച് കൊടുക്കുന്നത് മഗ് ഓഫ് പോട്ടന്റ് എയിലാണ്, ബിയർ ആണ്. അതിന് ഓവിന് പകരം വെച്ച് കൊടുക്കുന്നത് ലവ്സ് കിങ്ഡം, ഷാഡ്വെല്ലിന്റെ തന്നെ വർക്കായ ലവ്സ് കിങ്ഡം ആണ് വെച്ച് കൊടുക്കുന്നത്. സോ ദ കിങ് ഹിംസെൽഫ് ദ സീക്രട്ട് അങ്ഷൻ മെയ്ഡ് ആസ് കിങ് ബൈ ഓഫീസ് ആൻഡ് ആസ് പ്രീസ്റ്റ് ബൈ ട്രേഡ്. ആ 2 ലൈൻസിലും മറ്റൊരു പ്രത്യേകതയുണ്ട്. അങ്ഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദി ആക്ട് ഓഫ് അനോയിന്റിങ് ആണ്. റിലീജിയസ് ആയിട്ടുള്ള ചടങ്ങുകളിൽ ചിലപ്പോൾ പുണ്യാഹം അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള തീർത്ഥം അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്യൂരിഫൈ ചെയ്യാറുണ്ട് ഒരു ആളെ അല്ലെങ്കിൽ ഒരു പ്ലേസിനെ. അതാണ് അങ്ഷൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദ കിങ് ഹിംസെൽഫ് മെയ്ഡ് ദ സീക്രട്ട് അങ്ഷൻ. ഇവിടെ സീക്രട്ട് അങ്ഷൻ നടത്തുന്ന അനോയിന്റ് ചെയ്യുന്നത് ബിയർ യൂസ് ചെയ്തിട്ടാണ്, എയിൽ യൂസ് ചെയ്തിട്ടാണ്. ആസ് കിങ് ബൈ ഓഫീസ് ആൻഡ് ആസ് പ്രീസ്റ്റ് ബൈ ട്രേഡ്. ആ ലൈൻസ് ശ്രദ്ധിക്കുക. ആസ് കിങ് ബൈ ഓഫീസ് ആൻഡ് ആസ് പ്രീസ്റ്റ് ബൈ ട്രേഡ്. ഒഫീഷ്യലി അദ്ദേഹം കിങ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ ട്രേഡ് എന്നുള്ളത്, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീസ്റ്റിൻ്റെതാണ്. ഇവിടെ റിച്ചാർഡ് ഫ്ലെക്നോയോടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് വരുന്നത്. റിച്ചാർഡ് ഫ്ലെക്നോ, വി നോ ഹിസ് ഡേ ടൈം ഡ്യൂട്ടി വാസ് എ പ്രീസ്റ്റ് ദോ ഹി വാസ് എ പോയറ്റ്. അപ്പോൾ റിച്ചാർഡ് ഫ്ലെക്നോയുടെ ആ പ്രീസ്റ്റ് ആയിരുന്ന ആ ലൈഫിനെയാണ് ഇവിടെ ശരിക്കും റെഫർ ചെയ്യുന്നത്. ആൻഡ് ഹിസ് ടെമ്പിൾസ് ലാസ്റ്റ് വിത്ത് പോപ്പീസ് വെർ ഓവർസ്പ്രെഡ് ദറ്റ് നോഡിങ് സീം ടു കോൺസിക്രേറ്റ് ഹിസ് ഹെഡ്. അടുത്തതായി ഈ കൊറോണേഷൻ സെറിമണിയുടെ 2ാമത്തെ ഒരു ചടങ്ങായിട്ട് ഇവിടെ ഫ്ലെക്നോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലെക്നോ ഹി ബിഗിൻസ് ടു കോൺസിക്രേറ്റ് ഹിസ് സൺസ് ടെമ്പിൾ ഫോർ ഹെഡ് വിത്ത് എ റീത്ത് ഓഫ് പോപ്പീസ്. പോപ്പീസ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പിയം. പോപ്പീസിൽ നിന്നാണ് ഓപ്പിയം അല്ലെങ്കിൽ കറുപ്പ്, ഒരു ഡ്രഗാണ്. മയക്കുമരുന്നിന്റെ രാജാവ് എന്നാണ് പോപ്പി അറിയപ്പെടുന്നത്. എല്ലാ വിധത്തിലുള്ള മയക്കുമരുന്നുകളും അതിൽ നിന്നാണ് ഉൽപ്പാദിക്കപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. സോ ഇതിൽ നിന്ന് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഓപ്പിയമാണ്. രാജാവായ ഫ്ലെക്നോ തൻ്റെ മകനായ ഷാഡ്വെല്ലിന്റെ ഫോർഹെഡ് അലങ്കരിക്കുന്നത് പോപ്പീസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റീത്ത് വെച്ചിട്ടാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ റെഫറൻസ് ടു ഷാഡ്വെൽസ് അഡിക്ഷൻ ടു ഒപ്പിയം. ഇറ്റ് ഈസ് ബീങ് ബിലീവ്ഡ് ദാറ്റ് ഷാഡ്വെൽ വാസ് എൻ അഡിക്റ്റ് ടു ഒപ്പിയം. ഒപ്പിയം അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കറുപ്പ്, ഒപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അപ്പോൾ അത് ഷാഡ്വെല്ലിന് ആ അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ഇവിടെ കളിയാക്കിക്കൊണ്ട് ഡ്രൈഡൻ പറഞ്ഞിരിക്കുകയാണ്. സഡൻലി, just at that point of time, if fame not lie, on his left hand 12 reverend owls did fly. So Romulus it sung by Tiber's brook, presage of sway from twice 6 vulture took. അപ്പോൾ ഫ്ലെക്നോ തൻ്റെ മകനായ ഷാഡ്വെല്ലിനെ ഇങ്ങനെ കോൺസിക്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ, ആ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് പെട്ടെന്ന് ഒരു ശകുനം എന്നുള്ള രീതിയിൽ 12 ഔൾസ് മൂങ്ങ, 12 ഔൾസ് ആണ്, മൂങ്ങകളാണ് പെട്ടെന്ന് ഷാഡ്വെല്ലിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് പൊങ്ങി പറക്കുന്നത്. അത് ഡ്രൈഡൻ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്, ഡ്രൈഡൻ പറയുന്നത് ഇറ്റ് വുഡ് ഈസിലി റിമൈൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റ് റോമുലസ്. റോമുലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഫറൻസ് പറയുന്നത് റോമുലസ് വാസ് ദ ഫൗണ്ടർ ഓഫ് ഏൻഷ്യൻ റോം. റോമാ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് റോമുലസ്. സ്ഥാപകരിൽ ഒരാളാണ് റോമുലസ്. അപ്പോൾ റോമുലസ് ഈ റോമ സാമ്രാജ്യം, റോമൻ എംപയർ സ്ഥാപിക്കുന്ന സമയത്ത് he was visited by 12 vultures. 12 കഴുകന്മാർ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുമായിരുന്നു. ആ 12 കഴുകന്മാരാണ് അദ്ദേഹത്തിന് ക്ലൂസ് കൊടുത്തത്. എവിടെയാണ് എക്സാക്ട് റോം എന്നുള്ള ആ ഒരു സിറ്റി സ്ഥാപിക്കേണ്ടത് അദ്ദേഹത്തിന് ക്ലൂ കൊടുത്തത് ഈ 12 വൾച്ചേഴ്സാണ്. അപ്പോൾ 12 വൾച്ചേഴ്സ് ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടിങ്ങിൽ വലിയൊരു റോളാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷനെ ഇവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടിങ്ങുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് the founding of Rome, and here the coronation of Shadwell is compared to the founding of Rome. അപ്പോൾ ഇവിടെ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ്റെ സമയത്ത് 12 വൾച്ചേഴ്സിൻ്റെ സ്ഥാനത്ത് 12 ഔൾസ് ആണ് വന്നത്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ഹി ഈസ് ആക്ച്വലി കമ്പയറിംഗ്, ഡ്രൈഡൻ ഈസ് ആക്ച്വലി മേക്കിംഗ് ഫൺ ഓഫ് ഷാഡ്വെൽ ബൈ കമ്പയറിംഗ് ഹിം വിത്ത് ദ ഗ്രേറ്റ് റോമുലസ്, വൺസ് അഗൈൻ റിമൈൻഡിങ് ആസ് ദാറ്റ് ഇറ്റ് ഇസ് എ മോക്ക് ഹീറോയിക് ആണെന്ന് ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഡ്രൈഡൻ. And the admiring throng loud acclamations make, and omens of his future empire take. The sire then shook the honors of his head, and from his brows dams of oblivion shed, full of filial dullness. ഈ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് അവിടെ ആവേശഭരിതരായി. അവരതിനെ ഒരു ഓമനായിട്ടാണ് കാണുന്നത്. ഓമൻ എന്ന് പറഞ്ഞാൽ ശകുനം, നല്ല ഒരു ശകുനമായിട്ടാണ് ഈ 12 ഔൾസ് വന്നിരിക്കുന്നത്. നല്ല ശകുനമാണെന്ന് പറഞ്ഞ് അവർ ഈ ചടങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ സയർ ദെൻ ഷുക്ക് ദി ഓണേഴ്സ് ഓഫ് ഹിസ് ഹെഡ്. ഇപ്പോൾ ജനങ്ങളുടെ ഈ ഒരു എൻകറേജ്മെൻറ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലെക്നോ, ദ സയർ, ഏജ്ഡ് കിങ്, ഇവിടെ ഇപ്പോൾ തല ഷുക്ക് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഹെഡിൽ നിന്ന് വീഴുന്നത് ഒബ്ലീവിയൻ ആണ്.
ഷെഡഡ് ആവുന്നത് ഒബ്ലീവിയൻ ആണ്. അദ്ദേഹത്തിൻ്റെ വിയർപ്പിനെ വരെ ഇവിടെ ഡ്രൈഡൻ ഒബ്ലീവിയൻ ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒബ്ലീവിയൻ റിപ്രസെൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറി ആയിട്ടുള്ള ഡൾനെസ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് ആണ്. അപ്പോൾ ഡ്രൈഡൻ പറയുന്നത് അദ്ദേഹം വിയർക്കുന്നത് പോലും, വിയർപ്പിൽ പോലും, ഫ്ലെക്നോയുടെ വിയർപ്പിൽ പോലും ഇവിടെ ഡൾനെസ് ആണ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആണ്, ഇഗ്നോറൻസ് ആണെന്നാണ് ഇവിടെ ഡ്രൈഡൻ കളിയാക്കിക്കൊണ്ട് പറയുന്നത്. ഫ്ലെക്നോ ഹെഡ് ഷൂക്ക് ചെയ്തപ്പോൾ ആ ഹെഡിൽ നിന്ന് ഷെഡ് ചെയ്ത ഒബ്ലീവിയൻ ഡ്രോപ്ലെറ്റ്സ് നേരെ മകനായ ഷാഡ്വെല്ലിൻ്റെ തലയിലും വീഴുന്നു. ആൻഡ് ദാസ് ഹി ഇൻഹെറിറ്റഡ് ദ കസ്റ്റമറി ഡൾനെസ് ഓഫ് ഹിസ് ഫാദർ ഫ്ലെക്നോ. അങ്ങനെ ഫ്ലെക്നോ തൻ്റെ ഫിലിയൽ ഡൾനെസ് മകനായ ഷാഡ്വെല്ലിന് പകർന്ന് നൽകിയിരിക്കുകയാണ്. ആൻഡ് നൗ ഇറ്റ് ഇസ് എ ടൈം ഫോർ ഇൻവോക്കിംഗ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹെവൻ. ഇനി കൊറോണേഷൻ സ്പീച്ചാണ്. ഈ കൊറോണേഷൻ സ്പീച്ച് ഇവിടെ പറയുന്നത് ഫ്ലെക്നോ ആണ്, അച്ഛനായ ഫ്ലെക്നോ ആണ്. Heavens bless my son, from Ireland let him reign, to far Barbados on the western main. Of his dominion may no end be known, and greater than his father's be the throne. And he is invoking heaven's blessings for his son to rule the kingdom stretching from Ireland to Barbados. ഇനി അടുത്തത് കൊറോണേഷൻ സ്പീച്ചിൽ ആദ്യം പറയുന്ന കാര്യം ഹെവൻസിൻ്റെ ബ്ലെസ്സിങ്സ് തേടുകയാണ് ചെയ്യുന്നത്, സീക്ക് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുന്നത് ഇതാണ്, തൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ കിങ്ഡം ഈ യൂണിവേഴ്സ് മുഴുവൻ എക്സ്റ്റെൻഡഡ് ആവട്ടെ. ലെറ്റ് ഹിം റെയിൻ പീസ്ഫുള്ളി ഫ്രം അയർലൻഡ് ടു ദ ഫാർ ബാബഡോസ്. അയർലൻഡിൽ നിന്ന് ബാബഡോസ് വരെയുള്ള കിങ്ഡം, വാസ്റ്റായി കിടക്കുന്ന രാജ്യം മുഴുവൻ ഭരിക്കാനുള്ള ബ്ലെസ്സിങ്സ് ഹെവൻ അവന് നൽകട്ടെ, ദൈവങ്ങൾ അവന് നൽകട്ടെ. ഇപ്പം ഇതിൽ ഐറണിക്കൽ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, വാട്ട് ലൈസ് ബിറ്റ്വീൻ അയർലൻഡ് ആൻഡ് ബാബഡോസ്. അയർലൻഡിൻ്റെയും ബാബഡോസിൻ്റെയും ഇടയിൽ വാസ്റ്റായിട്ട് സ്ട്രെച്ച്ഡായി കിടക്കുന്നത് ഒരു കിങ്ഡം അല്ല, പകരം അറ്റ്ലാന്റിക് സമുദ്രമാണ്. അവിടെയാണ് ഐറണി വരുന്നത്. ആൻഡ് ലെറ്റ് ഹിസ് ഡൊമീനിയൻ മേ സീ നോ എൻഡ്. തൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ ഡൊമീനിയൻ, സാമ്രാജ്യം, അത് ഒരു എൻഡ് കാണാതിരിക്കട്ടെ. അത് ഈ ഹോൾ വേൾഡ്, ഈ ഹോൾ യൂണിവേഴ്സ് അത് എൻകംപാസ് ചെയ്യട്ടെ. ആൻഡ് ലെറ്റ് ഇറ്റ് ബിക്കം ഗ്രേറ്റർ ദാൻ ഹിസ് ഫാദേഴ്സ് ത്രോൺ. അച്ഛനായ ഫ്ലെക്നോയുടെ സാമ്രാജ്യത്തിനേക്കാൾ അത് ഒരുപാട് വലുതാകട്ടെ. ലെറ്റ് ഇറ്റ് ഗ്രോ ബിയോണ്ട് ലവ്സ് കിങ്ഡം. ലവ്സ് കിങ്ഡം നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതാണ്, ഷാഡ്വെല്ലിൻ്റെ തന്നെ വർക്കാണ്, കൃതിയാണ്, ഒരു അബ്സർഡ് ആയിട്ടുള്ളൊരു കൃതിയാണ്. ആ കൃതിയും കവിഞ്ഞ് അതും ട്രാൻസെൻഡ് ചെയ്ത് പോകട്ടെ. ലവ്സ് കിങ്ഡത്തിൽ മാത്രം ഷാഡ്വെല്ലിൻ്റെ എക്സലൻസ് ഒതുങ്ങി നിൽക്കാതെ അതിനേക്കാൾ മികച്ച ഫൂളിഷ് ആയിട്ടുള്ള വർക്ക്സ് ഇനിയും ഷാഡ്വെൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ആൻഡ് ലെറ്റ് ഹിം സ്ട്രെച്ച് ഹിസ് പെൻ ബിയോണ്ട് വാട്ട് ഹി ഹാസ് പ്രൊഡ്യൂസ് സോ ഫാർ. ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത വർക്ക്സ്, ലിറ്റററി വർക്ക്സിനേക്കാൾ ഒരുപാട് എക്സലൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഇനിയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ആൻഡ് ഓൾ ദ പീപ്പിൾ ക്രൈഡ് ആമീൻ. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും കൂടി നിന്ന ജനങ്ങളെല്ലാം അങ്ങനെയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. Then this continued he, my sons advance still in new impudence, new ignorance, success let other teach, learn thou from me, pangs without birth and fruitless industry. And he continues with admiration that his son shall advance in impudence and ignorance. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ അവൻ എത്തട്ടെ. ഇനിയും കൂടുതൽ അഹങ്കാരത്തോടും കൂടുതൽ ഇഗ്നോറൻസോടുകൂടും അവൻ ഈ രാജ്യം നയിക്കട്ടെ. ആൻഡ് ഫ്ലെക്നോ ഹോപ്സ് ദാറ്റ് ഷാഡ്വെൽ വിൽ പ്രൊഡ്യൂസ് മോർ ഡൾ പ്ലേസ്. ഇനിയും ഒരുപാട് ഡൾ പ്ലേസ് ഷാഡ്വെല്ലിന് എഴുതാൻ സാധിക്കട്ടെ. ഈവൻ മോർ ഡൾ പ്ലേസ് ലൈക്ക് വെർച്വോസോ ലിറ്റററി വാല്യൂ വളരെ കുറഞ്ഞ ഒരു വർക്കാണ് ഷാഡ്വെല്ലിൻ്റെ തന്നെ. അപ്പോൾ വെർച്വോസയെക്കാളിലും ഡൾ ആയിട്ടുള്ള പ്ലേസ് ഇനിയും ഷാഡ്വെൽ എഴുതട്ടെ. And let my sons wit be represented by his own characters like Levitt, Cully, Cockwood and the like. ഖലി, കോക്വുഡ്, ഫോപ്ലിംഗ് ആൻഡ് ലവിറ്റ് ഇവരെല്ലാം ഷാഡ്വെല്ലിൻ്റെ തന്നെ പല വർക്ക്സിലെ ഫൂളിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെയുള്ള ഫൂളിഷ് ക്യാരക്ടേഴ്സ് ഷാഡ്വെല്ലിന് ഇനിയും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ. കാരണം ഈ ക്യാരക്ടേഴ്സ് എല്ലാം റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഷാഡ്വെല്ലിൻ്റെ വിറ്റിനെയാണ്, അല്ലെങ്കിൽ ഷാഡ്വെല്ലിനെ തന്നെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഡൾനെസ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് തൻ്റെ മകൻ എത്തട്ടെ എന്ന് ഫ്ലെക്നോ ഇവിടെ ആശംസിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ഇനി ലൈൻസ് 150 തൊട്ട് 200 വരെയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.